ഹലോ എല്ലാവർക്കും നമസ്കാരം. സെക്കൻഡ് ഹാൻഡ് ലോ ബഡ്ജറ്റ് കാറുകൾ പരിചയപ്പെടുത്തുന്ന നമ്മുടെ അടുത്തൊരു സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് രണ്ട് വണ്ടികളാണ്. ആദ്യമായി കൊണ്ടുവന്നിരിക്കുന്നത് ഹുണ്ടായുടെ i10 ആണ്. ലോ ബഡ്ജറ്റ്, അതായത് ഒരു 1.5 ലക്ഷത്തിന് താഴെയുള്ള റേഞ്ചിലേക്ക് നമ്മൾ ചെറിയ കാറുകളൊക്കെ നോക്കുന്നവർക്ക് പറ്റിയൊരു വണ്ടിയാണ് ഹുണ്ടായുടെ i10. ഞാൻ ഈ കാണിക്കുന്ന വാഹനം 2009 മോഡലാണ്. പുതിയ ടെസ്റ്റും ടാക്സും ഇൻഷുറൻസും എല്ലാമുള്ള നല്ലൊരു വണ്ടിയാണിത്. വേറെ പ്രത്യേകിച്ച് പണികളൊന്നും പെൻഡിങ് ഇല്ല. ബോഡിയൊക്കെ നല്ലോണം പോളിഷ് ചെയ്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് കംപ്ലൈൻറ്റുകൾ എടുത്ത് പറയാനില്ല. റീപ്ലേസ്മെൻറ്റുകളൊന്നുമില്ല. എല്ലാം 2009 ഗ്ലാസ് തന്നെയാണ് വരുന്നത്. i10 തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ബോഡി ഷേപ്പും അതുപോലെ തന്നെ ഹൈറ്റും വെയ്റ്റും വിഡ്ത്തുമാണ്. 1,00,000 കിലോമീറ്ററോളം ഓടിയിട്ടുള്ള വാഹനമാണിത്. ഹൈവേയിലാണെങ്കിലും സിറ്റി ഡ്രൈവിനാണെങ്കിലും ഒരുപോലെ കംഫർട്ടബിൾ ആയിട്ട് നമുക്കിത് കൊണ്ടു നടക്കാൻ പറ്റും. ഇതിൽ AC പവർ സ്റ്റിയറിങ്, 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട്. സ്റ്റീരിയോ കൊടുത്തിട്ടുണ്ട്. ക്യാബിനൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സും കപ്പ് ഹോൾഡേഴ്സും എല്ലാം പ്രൊവൈഡ് ആണ്. സീറ്റ് കവേഴ്സൊക്കെ പുതിയതാണ്. ഇൻറ്റീരിയറും ബീച്ച് കളർ കോമ്പിനേഷൻ ആണ്. നല്ലതുപോലെ തന്നെ ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇന്റേണൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇലക്ട്രിക് കൺട്രോൾസ് വരുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് റോ നോക്കാം. സെക്കൻഡ് റോ ആണെങ്കിലും അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഒക്കെ ഉണ്ട്. നമുക്ക് ഉള്ളിലിരിക്കുമ്പോഴാണെങ്കിലും ഗ്ലാസിനൊക്കെ ആവശ്യത്തിന് വിഡ്ത്ത് ഉണ്ട്. ഇതിൻ്റെ ബാക്ക് സീറ്റ് നോക്കുവാണെങ്കിലും ഫ്രണ്ട് സീറ്റ് നോക്കുവാണെങ്കിലും പ്രത്യേകമായിട്ടുള്ള സെപ്പറേറ്റ് ഹെഡ് റെസ്റ്റ് ഒന്നും വരുന്നില്ല. ഇൻസൈഡൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം ക്ലീൻ ആണ്. വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻസ് ഒന്നും പറയാനില്ല. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഡിക്കി സ്പേസ് ഈ വാഹനത്തിനുണ്ട്. ഇത് ഈ വാഹനത്തിൻ്റെ കവറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ മാറ്റി നോക്കുവാണെങ്കിലും വേറെ പാച്ച് വർക്കുകളൊന്നും കണ്ടിരുന്നില്ല. സ്റ്റെപ്പിന് കവറൊക്കെ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിന് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ആവറേജിന് മുകളിലുള്ള കണ്ടീഷനാണ് പറയാനുള്ളത്. നമുക്കിതിൻ്റെ ബോഡി പാനൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ തന്നെ മനസ്സിലാവും ആ ഒരു ക്വാളിറ്റി വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം റിലയബിൾ ആയിട്ട് എടുക്കാൻ പറ്റിയൊരു വാഹനം തന്നെയാണിത്. ടയേഴ്സൊക്കെ നോക്കാം. അറൗണ്ട് ഒരു 90% ടയേഴ്സും കൊടുത്തിട്ടുണ്ട്. കമ്പനി ടയേഴ്സ് തന്നെയാണ് വരുന്നത്. വേറെ ചെത്ത് ടയറുകളൊന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാ ഗ്ലാസ്സുകളും ചെക്ക് ചെയ്യാം. എല്ലാ ഗ്ലാസ്സുകളും 2009 മോഡൽ ഗ്ലാസ്സുകൾ തന്നെയാണ് വരുന്നത്. ഓൾറെഡി വാഹനം പോളിഷ് ചെയ്തിട്ടുണ്ട് ടെസ്റ്റിന് വേണ്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കാര്യമായിട്ടുള്ള കംപ്ലയിൻസ് ഒന്നും ബോഡിയിലോ സ്ക്രാച്ചുകളൊന്നും കാണാനും ഇല്ല. ഇനി നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെങ്കിലും കാര്യമായിട്ടുള്ള വെളിച്ചിലൊന്നും ഫീൽ ചെയ്തിരുന്നില്ല. വാഹനം അത്യാവശ്യം സ്മൂത്തായിരുന്നു. AC ഒക്കെ ഇട്ട് നോക്കിയപ്പോഴാണെങ്കിലും നല്ല കൂളിംഗ് ഉണ്ടായിരുന്നു. സ്റ്റീരിയോ ആൻഡ് സ്പീക്കേഴ്സൊക്കെ നോക്കുമ്പോൾ നല്ല സൗണ്ട് ക്ലാരിറ്റി ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം ഇതിൻ്റെ പൊസിഷനാണ്. ഈ വാഹനത്തിന് കുറച്ചുകൂടി സ്റ്റെബിലിറ്റി കൂടുതലാണ് വാഗണാറിനെയോ അല്ലെങ്കിൽ സെന്നിസിലോനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. കാരണം ഈ വാഹനത്തിന് ഹൈറ്റ് കുറച്ച് കൂടുതലുണ്ട്, അതുപോലെ വിഡ്ത്തുമുണ്ട്. ഇതിലേക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്. ആവശ്യത്തിന് ഹെഡ് റൂമും ലെഗ് റൂമും എല്ലാം വാഹനത്തിൽ പ്രൊവൈഡഡ് ആണ്. ഇനി നമുക്ക് ഈ കാറിൻ്റെ എഞ്ചിൻ റൂമും കൂടി ചെക്ക് ചെയ്യാം. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. 4 സിലിണ്ടർ എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ വൈബ്രേഷൻ കുറവാണ്. വിത്ത് AC ഈ വാഹനം ഓടിക്കുമ്പോഴാണെങ്കിലും നമുക്ക് കാര്യമായിട്ടുള്ള പവർ ഡ്രോപ്പ് ഒന്നും ഫീൽ ചെയ്യാറില്ല. ഇതിന് മൈലേജ് അറൗണ്ട് ഒരു 15 കിലോമീറ്ററിന് താഴെയാണ് കിട്ടാറുള്ളത്. റിയൽ ലൈഫ് മൈലേജ് ആണ് ഞാൻ ഈ പറയുന്നത്. കമ്പനി പറയുന്നത് 17 കിലോമീറ്ററോളമാണ്. പക്ഷേ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ CNG കയറ്റി ഉപയോഗിക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. അറൗണ്ട് ഒരു 23-25 കിലോമീറ്ററോളം CNGയിൽ ഇതിൽ മൈലേജ് കിട്ടുന്നവരുണ്ട്. അത്യാവശ്യം പവറും സ്റ്റെബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ടുള്ള ഇഷ്യൂസ് ഒന്നും CNGയിൽ കയറ്റി കഴിഞ്ഞാൽ വരില്ല. ഒരു 50,000 രൂപ ചിലവാക്കിയാൽ നമുക്ക് ഇതിനെ CNGയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കുറച്ചും കൂടി കുറഞ്ഞ ചിലവിൽ വണ്ടി ഓടിക്കാനും പറ്റും. ഈ വാഹനത്തിന് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 1,38,000 രൂപയാണ്. ഇനി നമുക്ക് അടുത്ത വാഹനത്തെ പരിചയപ്പെടാം. നമ്മളുടെ രണ്ടാമത്തെ വാഹനം വരുന്നത് ഹുണ്ടായുടെ ഇയോൺ ആണ്. ഹുണ്ടായ ഇയോൺ 2015 മോഡൽ ഡിലൈറ്റ് പ്ലസ് ആണ് ഈ വേരിയന്റ്. ഈ വീഡിയോയിൽ കാണുന്ന അതേ ലുക്ക് തന്നെ നേരിട്ട് കാണുമ്പോഴുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസും ബോണറ്റും റീപ്ലേസ്ഡ് ആണ്. ഇത് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ മേജർ ആയിട്ടുള്ള ആക്സിഡൻ്റ് അല്ല. ഏപ്രോൺ പേസ്റ്റിംഗ് അങ്ങനെയൊന്നും പൊട്ടിച്ചിട്ടില്ല. നമ്മൾ ഈ വണ്ടി ഓടിച്ച് നോക്കിയപ്പോഴാണെങ്കിലും വേറെ സൈഡ് പോലെ ഇഷ്യൂസ് ഒന്നും തോന്നിയിരുന്നില്ല. പ്രൂഫെല്ലാം നോക്കിയപ്പോഴാണെങ്കിലും ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്തിരുന്നുണ്ട്. ഇത് സെക്കൻഡ് ഓണർഷിപ്പാണ്. പക്ഷേ സെക്കൻഡ് ഓണറും ഫസ്റ്റ് ഓണറും സെയിം ഫാമിലിയിലെ മെമ്പറാണ്. ഇരിഞ്ഞാലക്കുട രജിസ്ട്രേഷനാണ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടൊക്കെ നോക്കാം. ഈ റൈറ്റ് ഗ്ലാസ്സിൽ മാത്രമാണ് ചെറിയൊരു മങ്ങലുള്ളത്. അത് പാർട്ടി ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതല്ലാതെ നമുക്ക് ഈ വാഹനത്തിൽ എടുത്ത് പറയാൻ വേറെ ഡാമേജുകളൊന്നും തന്നെ ഇല്ല. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള വാഹനം. നമുക്കിനി ഇൻറ്റീരിയേഴ്സ് ചെക്ക് ചെയ്യാം. വെറും 38,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്കിംഗ് വരുന്നുണ്ട്, റിമോട്ടിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വാഹനത്തിൻ്റെ അകത്തേക്ക് നോക്കാം. അത്യാവശ്യം നീറ്റായിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആണ്. i10 കണ്ട പോലെ തന്നെ ബേജ് കളർ കോമ്പിനേഷനാണ് ഇയോണിലെയും സീറ്റ്സ് വരുന്നത്. സീറ്റും അതുപോലെ തന്നെ പാഡുകളും വരുന്നത്. സീറ്റ് കവേഴ്സൊക്കെ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ കൊടുത്തിട്ടുണ്ട്. വാഹനം സ്റ്റാർട്ട് ചെയ്തപ്പോഴാണെങ്കിലും കാര്യമായിട്ടുള്ള വെളിച്ചലോ വൈബ്രേഷൻസോ എക്സ്ട്രാ അബ്നോർമൽ നോയ്സുകളോ ഒന്നും തന്നെ ഫീൽ ചെയ്തിരുന്നില്ല. ഹുണ്ടായി ഇയോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ 15 മേലെ മൈലേജ് കിട്ടുന്ന 800cc ഒരു ക്യൂട്ട് പെട്രോൾ കാറാണ്.
ഇതിൻ്റെ 1 ലിറ്ററിലുള്ള കാറും ഇറങ്ങിയിരുന്നു. പക്ഷേ 800 cc കാറാണ് കൂടുതൽ ഡിമാൻഡ് വന്നിരുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റും വിസിബിലിറ്റിയും വാഹനത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിലും മാരുതി ഓൾട്ടോ 800 അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസം ഈ വാഹനത്തിൽ വരുന്നില്ല. പക്ഷേ ഫിസിക്കലി നമുക്ക് നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഫീൽ ചെയ്യാറുണ്ട്. കുഴപ്പമില്ലാത്തൊരു ഡിക്കി സ്പേസ് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് റോ ആണെങ്കിലും കംഫർട്ടബിൾ ആണ്. നമുക്ക് കയറാനും ഇരിക്കാനും ഇറങ്ങാനും ഒക്കെ കുറച്ചുകൂടി കംഫർട്ടബിൾ തന്നെയാണ്. ലെഗ് റൂമും ഹെഡ് റൂമും ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിൽ വിനൈൽ ലാമിനേഷൻ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല കണ്ടീഷനോട് കൂടി തന്നെയാണ് സ്റ്റാർട്ട് ആയത്. വേറെ വലിച്ചിൽ കാര്യങ്ങളൊന്നും നമുക്ക് ഈ വാഹനത്തിൽ ഫീൽ ചെയ്തിരുന്നില്ല. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത്. ഹുണ്ടായി ഇയോൺ വണ്ടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് കുറച്ചും കൂടിയും ഡ്രൈവേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കാറാണ്. ഹുണ്ടായുടെ മറ്റു വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ സ്പെയർ പാർട്സിനും റേറ്റ് കുറവാണ്. ചെറിയൊരു ഫാമിലിക്ക് അഫോർഡബിൾ ആയി കൊണ്ടു നടക്കാൻ പറ്റിയ വണ്ടികളിൽ ഒന്നാണ് ഇയോൺ. ഈ വാഹനത്തിനാണെങ്കിൽ ലോൺ സൗകര്യവും ലഭ്യമാകുന്നതാണ്. ഏകദേശം 25,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. എല്ലാ ഫങ്ഷൻസും പ്രോപ്പർലി വർക്കിംഗ് ആണ്. ബാക്കിൽ ഡിക്കി നോക്കുവാണെങ്കിൽ ഒരുപാട് വലിയൊരു ലഗേജ് സ്പേസ് അല്ല, എന്നാലും ഈ ഒരു കാറിനെ സംബന്ധിച്ച് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെ ഇതിൻ്റെ ഡിക്കി സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. ഡിക്കി മൗത്തിൻ്റെ ഹൈറ്റ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ലഗേജ് വെച്ചിട്ടുണ്ടെങ്കിൽ തള്ളിപ്പോരും എന്നുള്ള പേടിയും വേണ്ട. സ്റ്റെപ്പിന് എല്ലാം ക്ലീൻ ആയി തന്നെ ഇരിക്കുന്നുണ്ട്. കാര്യമായിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഡിക്കിക്കകത്ത് വേറെ പാച്ച് വർക്കുകൾ യാതൊന്നുമില്ല. അണ്ടർ ബോഡി കോട്ടിംഗ് ആണെങ്കിലും വാഹനം ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പാനലുകളും ലിപ്പും എല്ലാം ചെക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് വേറെ ഇടിച്ച പാടുകളൊന്നും ബാക്കിലൊന്നും കാണാനില്ല. അതുപോലെ ലൈറ്റ്സ്, ബോഡി ഇവയെല്ലാം വേറെ ഒരു ഡാമേജസ് നമുക്ക് പ്രസൻ്റ്ലി കാണാനില്ല. ഇനി നമുക്ക് ഇതിൻ്റെ അണ്ടർബോഡി ചെക്ക് ചെയ്യാം. അണ്ടർബോഡിയിൽ പ്രസൻ്റ്ലി യാതൊരു ഇഷ്യൂസും ഇല്ല. ഓൾറെഡി അണ്ടർബോഡി കോട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് അണ്ടർബോഡി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർലി കാണാൻ പറ്റും. ടയേഴ്സ് എല്ലാം ഒരു 70%, 80% വരുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടയറുകളാണ് കൊടുത്തിട്ടുള്ളത്. വേറെ ഇഷ്യൂസ് ഒന്നും പ്രസൻ്റ്ലി ഇല്ല. നമുക്ക് ഈ ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ചെയ്യേണ്ടതായിട്ടുള്ള വർക്കുകളൊന്നും തന്നെ ഇല്ല. എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുള്ളൊരു വണ്ടിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മേജറായിട്ടുള്ള പാർട്ട് ഇതിൻ്റെ എൻജിൻ സൈഡ് ചെക്ക് ചെയ്യാം. കാര്യം ഹുണ്ടായുടെ വണ്ടികൾക്ക് മാരുതിയുടെ വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി മെയിൻ്റനൻസ് കോസ്റ്റും റിലയബിലിറ്റി കുറവും പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നാലും സാൻഡ്രോ, ഇയോൺ, അതുപോലെ തന്നെ ഹുണ്ടായുടെ i20 ഈ വാഹനങ്ങളെല്ലാം നമുക്ക് കുറച്ചുകൂടി എൻജിൻ പെർഫോമൻസ് തരുന്ന വണ്ടികളാണ്. ഒരു സാധാരണക്കാരന് കൊണ്ടു നടക്കാവുന്ന മെയിൻ്റനൻസുകളാണ് ഈ വാഹനത്തിൽ വരാറുള്ളത്. ഇതിൻ്റെ ആണെങ്കിലും ഏപ്രോണൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ബാറ്ററി വാറണ്ടി ഉള്ളതാണ്. ഓയിൽ ലീക്കേജോ ഓവറായിട്ടുള്ള ബ്ലാക്ക് സ്മോക്കോ വൈറ്റ് സ്മോക്കോ അങ്ങനെ യാതൊരു ഇഷ്യൂസും വാഹനത്തിൽ എടുത്ത് പറയാനില്ല. അപ്പോൾ ഈ ഒരു കാറിന് ചോദിക്കുന്ന വില 2 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. ഇതിന് ലോൺ കിട്ടുന്നതാണ്. i10 കാറിന് ലോൺ അവൈലബിൾ അല്ല. ഈ 2 വാഹനങ്ങളും താല്പര്യമുള്ളവർക്ക് വിളിക്കാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ലൊക്കേഷൻ തൃശ്ശൂർ ചാലക്കുടി.